അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ക്രെഡിറ്റ് സിസ്റ്റംസ് എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലും അതുപോലെ ഇനിയുള്ള നിങ്ങളുടെ ബിടെക് ലൈഫിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു വേർഡ് ഇതായിരിക്കും. ക്രെഡിറ്റ് എത്രയുണ്ട്, ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ക്രെഡിറ്റ് കുറവാണ്. പക്ഷേ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് കയറ്റി കൊടുക്കുന്ന വെയിറ്റേജ് ആണ് ക്രെഡിറ്റ്. അതായത് ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി വരുന്ന എഫേർട്ട്, ക്ലാസ് അവേഴ്സ്, വർക്ക് ലോഡ് എന്നിവയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ക്രെഡിറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മാത്സ് പോലെ ഒരു മേജർ തിയറി സബ്ജക്റ്റിന് 4 ക്രെഡിറ്റ് ഉണ്ടാവും. പക്ഷേ ഒരു ലാബ് കോഴ്സിന് 1 അല്ലെങ്കിൽ 2 ക്രെഡിറ്റ്സ് മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്ട്സും ഈക്വൽ അല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, എനിക്ക് മാർക്ക് കിട്ടിയാൽ പോരെ, ക്രെഡിറ്റ് എന്തിനാണ്? അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ KTU നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് മാർക്സ് മാത്രം നോക്കിയല്ല, സബ്ജക്റ്റിന്റെ ക്രെഡിറ്റും അനലൈസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് 4 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റിലെ ഗ്രേഡ് 1 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റിലെ ഗ്രേഡിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് നിങ്ങളുടെ SGPAയിൽ വരുത്തും. മറ്റൊരു രീതി പറഞ്ഞാൽ ക്രെഡിറ്റ്സ് ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് സ്കോർ പോലെയാണ്. ഓരോ സെമസ്റ്ററിലും നിങ്ങൾ കുറച്ച് ക്രെഡിറ്റ്സ് ഏൺ ചെയ്യും. ആ ക്രെഡിറ്റ്സ് എല്ലാം കളക്ട് ചെയ്താണ് ഫൈനലി ബിടെക് ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതും. ഈ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ ലെവൽസ് കംപ്ലീറ്റ് ചെയ്ത് പോയിന്റ്സ് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ സെമസ്റ്റർ പാസ്സായി മുന്നോട്ട് പോകുമ്പോൾ ക്രെഡിറ്റ്സും അക്യുമുലേറ്റ് ആവുന്നു. അതുകൊണ്ട് എഞ്ചിനീയറിംഗിൽ മാർക്സ് മാത്രമല്ല, ക്രെഡിറ്റ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ക്രെഡിറ്റ്സ് ഉപയോഗിച്ചാണ് SGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ആൻഡ് KTU ടോക്സ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേജ് പോയി ഫോളോ ചെയ്യാം.